ഒരു ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ മുന്നിലേക്ക് ആത്മഹത്യക്ക് വേണ്ടി ഒരു ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ മുന്നിലേക്ക് ആത്മഹത്യക്ക് വേണ്ടി എടുത്ത് ചാടുന്ന ഒരു കാര്യം ഓർത്ത് നോക്കി. ഇതൊരു നടന്ന സംഭവമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ പ്രീമിയർ ടയേഴ്സ്, ഇപ്പോഴത്തെ അപ്പോർട്ട് ടയേഴ്സ് ആണ് കളമശ്ശേരിയിൽ, എറണാകുളം ജില്ലയിൽ കളമശ്ശേരി. അപ്പോൾ ഞാനന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കളമശ്ശേരി പഠിക്കുന്നുണ്ട്. അപ്പോൾ മാളയിൽ നിന്ന്, അതായത് തൃശ്ശൂരിൽ നിന്ന് 2 വീലറിലാണ് ഞാൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രീമിയർ ടയേഴ്സിൻ്റെ മുമ്പിൽ, അതായത് ഇപ്പോഴത്തെ അപ്പോർട്ട് ടയേഴ്സിൻ്റെ മുമ്പിൽ ഇന്നത്തെ പോലെ അവിടെ വലിയ മെട്രോൻ്റെ സ്റ്റേഷനോ അതൊന്നുമില്ല. നല്ല സ്പീഡിൽ വാഹനങ്ങൾ പോകും. അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ ഞാൻ വലിയ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യണം. ഇങ്ങനെ ഈ പ്രീമിയർ ടയേഴ്സിൻ്റെ അപ്പോർട്ട് ടയേഴ്സിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ബസ്സിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ എടുത്ത് റോഡിലേക്ക് ചാടുന്നു. എൻ്റെ സ്കൂട്ടർ തട്ടിയിട്ട് ഈ സ്ത്രീ തെറിച്ച് വീഴുകയും ഞാനും തെറിച്ച് വീഴുകയും എൻ്റെ സ്കൂട്ടർ ഈ ബസ്സിൻ്റെ താഴെ പോയി കിടക്കുകയും ചെയ്യും. ഞാൻ കരുതുന്നത് അവിടെ കൂടിയവരെല്ലാവരും ചേർന്ന് എന്നെ പഞ്ഞിക്കിടുന്നതാണ്. കാരണം അത്ര സ്പീഡിൽ ആ സമയത്ത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വന്നത് അപകടകരമായിട്ടുള്ളൊരു വാഹന ഡ്രൈവിംഗ് ആണത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. എന്നെല്ലാവരും എടുത്ത് ഉയർത്തുന്നുണ്ട്. എനിക്ക് അപകടമൊന്നും പറ്റില്ല, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ എല്ലാവരും എടുത്ത് എന്തൊക്കെയോ വഴക്ക് പറഞ്ഞങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബസ്സുകാരൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ വാഹനം ഈ ബസ്സിൻ്റെ താഴെ നിന്ന് വലിച്ചെടുത്ത് എൻ്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന ഒരു ഭാര്യയും ഭർത്താവും വഴക്കിടുക. അവർ വീട്ടിൽ നിരന്തരം വഴക്കിടുന്നവരായിരിക്കും. അങ്ങനെ ആ സ്ത്രീ പെട്ടെന്ന് ഞാൻ ചാവാൻ എടുത്ത് ഈ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടുന്ന സമയത്താണ് ഞാനിങ്ങനെ അവതരിച്ചത്. സത്യത്തിൽ ഞാൻ ഭയപ്പെട്ടത് എന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് പഞ്ഞിക്കിടുന്നതാണ്. പക്ഷേ എനിക്കൊരു രക്ഷകൻ്റെ പരിവേഷമാണ് അവിടെ ഉള്ളവരൊക്കെ തരുന്നത്. ഈ പയ്യനില്ലായിരുന്നെങ്കിൽ ബസ്സിൻ്റെ മുമ്പിൽ വീണു പോകാൻ സത്യമുള്ളത്. കാരണം എൻ്റെ സ്കൂട്ടറിൽ തട്ടിയിട്ട് സ്ത്രീ വീഴുകയും ഞാൻ മറിയുകയും ബസ് എൻ്റെ ബൈക്കിൻ്റെ തൊട്ട് ബാക്കിൽ വന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുകയും എൻ്റെ ബൈക്ക് അതിൻ്റെ താഴേക്ക് പോവുകയും ചെയ്തു. കളമശ്ശേരി ഈ അപ്പോളോ ടയേഴ്സ്, അന്നത്തെ അപ്പോളോ ടയേഴ്സിന് മുമ്പിൽ കിടന്ന ഒരു സംഭവമാണ്. ഞാൻ ഇപ്പോൾ ഓർക്കാൻ കാരണം ആ സ്ത്രീ ഇപ്പം ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അന്നൊരു 30 വയസ്സൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരിക്കും അത്. ഇന്നിപ്പോൾ കൂടി വന്ന ഒരു 60-55 വയസ്സൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർ ചിലപ്പോൾ ഒരു ദീർഘസുമംഗലിയായിട്ട് ജീവിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ലോകത്തെ പല കഥകളൊക്കെ യൂട്യൂബിൽ കേൾക്കും. ഓരോ വ്യക്തികൾക്കും ഇതേപോലെ ഒരു കഥകളുണ്ടാവും. പലർക്കും അത് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ഒരുപാട് കഥകൾ ഞാൻ പല ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കഥകൾ ഇനിയും ഉണ്ട്. ഇനിയും പുതിയ കഥകളുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.